മലപ്പുറം ഉറങ്ങാട്ടിരിയിൽ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയ കാട്ടാനെ ഉൾവനത്തിലേക്ക് അയക്കാൻ കുങ്കിയാനകൾ കൂടി എത്തുകയാണ്. മുത്തങ്ങയിൽ നിന്ന് കോന്നി സുരേന്ദ്രനും വിക്രമുമാണ് ഈ രണ്ട് പേരുകളും എപ്പോഴും നമ്മൾ കേൾക്കുന്നത്. ആ സംഘത്തിൽപ്പെട്ട ആനകൾ, കുങ്കിയാനകളെ കുറിച്ചുള്ള കഥകളൊക്കെ ഏറെക്കാലം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അങ്ങനെ ആ സംഘത്തിൽപ്പെട്ട രണ്ട് കുങ്കിയാനകൾ കൂടി എത്തിയിട്ടുണ്ട് ഈ ദൗത്യത്തിന്റെ ഭാഗമായി. 21 മണിക്കൂറിലേറെ കിണറ്റിലകപ്പെട്ടിരുന്ന ആനയുടെ ആരോഗ്യം ഉൾപ്പെടെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് DMO അറിയിച്ചത്. കുങ്കിയാനകളുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. CK വിജയൻ വിവരങ്ങളുമായിട്ട്. CK, ഇന്നലെ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. ഒടുവിൽ നാട്ടുകാർ സമ്മതിക്കുകയായിരുന്നു. പക്ഷേ ഏറെ മണിക്കൂറുകൾ ആന കിണറ്റിനുള്ളിൽ കിടക്കേണ്ടി വന്നു. ഇപ്പോൾ ആന കൃത്യമായിട്ട് എവിടെയാണുള്ളത്? അതിന് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉള്ളതായിട്ട് സൂചനയുണ്ടോ? ഇന്ന് ഉച്ചയോടുകൂടി ഇതിനെ കാട് കയറ്റാൻ കഴിയുമെന്നാണോ വനവകുപ്പ് കരുതുന്നത്? ദിവിഷേ, അതിനു മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇന്നലെ ശരിക്കും പറയുക വെച്ചാൽ വളരെ ചങ്കിടിപ്പോട് കൂടിയായിരുന്നു രാത്രി നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നത്. അത് ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെടാൻ നടത്തുന്ന ശ്രമങ്ങളും അത് പരാജയപ്പെടുമ്പോൾ അത് വീണ്ടും കിണറ്റിലേക്ക് തന്നെ വീണു പോവുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ വല്ലാത്തൊരു ഫീലായിരുന്നു. നമ്മുടെ ഈ ഓഫീസിലെ ലാൻഡ് ലൈനിൽ ഒരുപാട് കോൾ വന്നു. ആ കോളിലൊക്കെ പറയുന്നത്, നിങ്ങളൊന്ന് പറഞ്ഞിട്ട് ആ ഇടതുഭാഗത്തിലെ മൺകൂനെ JCB കൊണ്ട് മാറ്റി ഒന്ന് പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഒരുപാട് പേരായിരുന്നു വിളിച്ചത്. കാരണം അപ്പോൾ അത്രമാത്രം ആൾക്കാരിൽ ഒരു വിഷമമുണ്ടാക്കിയ കാര്യമായിരുന്നു അത്. കാരണം 10-20 മണിക്കൂറുകൾ അത് കിണറ്റിൽ അകപ്പെട്ടു. അതിനുശേഷം വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി JCB ഉപയോഗിച്ച് കിണർ പൊളിച്ച് പുറത്ത് അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ നാട്ടുകാരുടെ വലിയ പ്രതിഷേധമുണ്ടായി. JCB തിരിച്ചു കൊണ്ടുപോകേണ്ടി വന്നു. അങ്ങനെ വലിയൊരു ക്രൈസിസിലായിരുന്നു. വൈകിട്ട് 6:30 ആകുമ്പോഴേക്കാണ് പിന്നീട് ഇവർ നടത്തിയൊരു യോഗത്തിൽ ഒരു തീരുമാനമുണ്ടായതും ഇതിനെ കാട്ടിലേക്ക് തന്നെ വിടുമെന്നും കുങ്കിയാനകൾ ഉപയോഗിച്ച് തുരത്തുമെന്നും അത് വനത്തിൻ്റെ അകത്ത് തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തുകയും നാട്ടിലേക്ക് ഇറങ്ങിയാൽ അതിനെ തടയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്നുള്ള ഉറപ്പ് കൊടുത്തത്. ആ ഉറപ്പിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ കുങ്കിയാനകളെ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ കുങ്കിയാനകൾ ഇപ്പോൾ ഈ കൊടുമ്പുഴ ഫോറസ്റ്റ് ഓഫീസിൻ്റെ പരിസരത്താണുള്ളത്. അവിടെ നിന്നും അധികം വൈകാതെ തന്നെ ഇതിന് കാട്ടിൻ്റെ ബോർഡറിലേക്ക് പോകും. ആ ബോർഡറിൽ വെച്ച് ഈ ആനയെ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ, അതായത് ഇന്നലെ കിണറ്റിൽ വീണ ആന തിരിച്ചു വരികയാണെങ്കിൽ അതിനെ കാട്ടിലേക്ക് തന്നെ അയക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പക്ഷേ അത് കാട്ടിൽ തന്നെയാണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ വനംവകുപ്പിന് ലഭിക്കുന്ന വിവരം. നാട്ടിലേക്ക് അത് ഇറങ്ങിയിട്ടില്ല, മാത്രമല്ല അത് ഇറങ്ങാനുള്ള സാധ്യതയുമില്ല. അതുകൊണ്ട് അത് കാട്ടിലേക്ക് തന്നെ പോകും. പക്ഷേ കുങ്കിയാനകൾ ഉപയോഗിച്ച് ഈ അതിർത്തികളിലും ഈ വനത്തിൻ്റെ ഈ ഭാഗങ്ങളെല്ലാം തന്നെ തിരയുകയും അതിനുശേഷം ഈ ആന കണ്ടിരുന്നെങ്കിൽ അതിനെ കാട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവിടാനുള്ളൊരു ശ്രമമാണ് നടത്തുക. അത് നാട്ടുകാർക്ക് നൽകിയ ഉറപ്പാണ് ഇന്നലെ വനംവകുപ്പ് ഈ പ്രതിഷേധത്തെ തുടർന്ന്. അതുകൊണ്ട് ആ ഉറപ്പ് പാലിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ വനംവകുപ്പ് കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയ കാട്ടാനെ ഉൾവനത്തിലേക്ക് അയക്കാൻ വേണ്ടിയാണ് കുങ്കിയാനകൾ എത്തിയത്. കുങ്കിയാനയുടെ